തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ 42ാമത് ആനയൂട്ട് നാളെ നടക്കും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും പ്രസിദ്ധമായ ആനയൂട്ടും നാളെയാണ് നടക്കുക. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നടക്കുകയാണ്. പതിനായിരത്തിയെട്ട് നാളികേരം, 2000 കിലോ ശർക്കര, 2000 കിലോ അവിൽ, മലർ, ഗണപതി നാരങ്ങ, എള്ള്, മുന്തിരി, കൽക്കണ്ടം, കരിമ്പ് തുടങ്ങിയവയും ഈ ഗണപതി ഹോമത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗണപതി ഭഗവാന് പ്രിയപ്പെട്ട ഉണ്ണിയപ്പവും ഇലയടയും ഇവിടെ തയ്യാറാവുന്നുണ്ട്. ആക്ച്വലി ഇതൊരു 3 ദിവസം മുമ്പ് നമ്മൾ ഇതിൻ്റെ പ്രോസസ്സ് തുടങ്ങും. ഇല വാട്ടൽ, അട, ഒരു 5000-5500 അട ഇലയട ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇല വാട്ടലും ഒരേ സൈസിൽ കട്ട് ചെയ്യലുമാണ് ഒരു പ്രധാന പണി. അത് ശരിക്കും മിനിയാന്ന് വൈകുന്നേരം തൊട്ട് തുടങ്ങും അതിൻ്റെ പരിപാടികൾ. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഫിനിഷായി. ഇന്ന് കാലത്ത് 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. 10-75 പേരുടെ ഒരു ടീം വർക്ക് എന്നുള്ള രീതിയിലാണ് പോണത്. ആൾക്കാരെ അങ്ങനെ അറേഞ്ച് ചെയ്തത് ഞാനാണ്. അത്ര തന്നെയുള്ളൂ എൻ്റെ ഒരു പ്രാധാന്യം. നാളെ രാവിലെ 5 മണിക്ക് മുമ്പായിട്ട് ഇതെല്ലാം ഫിനിഷ് ചെയ്ത് അവിടെ ഗണപതി ഹോമത്തിൻ്റെ പൂജ നടക്കണോടത്ത് കൊണ്ടുവയ്ക്കണം. ആനയൂട്ടിന് ഇപ്രാവശ്യം നമ്മൾ 70ഓളം ആനകളാണ് ഉദ്ദേശിക്കുന്നത്. അത് ഗുരുവായൂരത്തെ ലക്ഷ്മി എന്ന ചെറിയ ആനയ്ക്ക് ക്ഷേത്ര മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള കൊടുത്ത് ആനയൂട്ട് ഉദ്ഘാടനം ചെയ്യും. ആനകൾക്ക് നമ്മൾ 500 കിലോ അരിയുടെ ചോറ് ഉരുളകളാക്കി അതിൻ്റെ കൂടെ തേൻ, മഞ്ഞപ്പൊടി, ശർക്കര, ഹോമക്കൂട്ട് ഇതെല്ലാം കൂടി ഉരുളകളാക്കി ഔഷധങ്ങളും കൂട്ടി ഔഷധക്കൂട്ടായിട്ടാണ് കൊടുക്കുക. പിന്നെ ഒരു സദ്യ പോലെ 10ഓളം പഴവർഗ്ഗങ്ങൾ, ആനകൾക്ക് സമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിട്ടുള്ളത്, അതും കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞ് ദഹനത്തിന് വേണ്ടി ഒരു പ്രത്യേക ഔഷധക്കൂട്ട് അഷ്ടചൂർണം എന്ന ഔഷധക്കൂട്ടും കൂടി കൊടുത്തിട്ടാണ് ആനയൂട്ട് അവസാനിപ്പിക്കുള്ളൂ. അതിനുശേഷം 10:30 മണിക്ക് നമ്മൾ 10,000 പേർക്ക് അന്നദാനം ഒരുക്കിയിട്ടുണ്ട്. അതും ഏകദേശം ഒരു 2 മണിയോടുകൂടി അന്നദാനവും കഴിയും. പുലർച്ചെ 5 മണിയോടുകൂടി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് തുടക്കമാകും. 9:30യോടെയാണ് വടക്കുംനാഥന്റെ സന്നിധിയിൽ ആനയൂട്ട് നടക്കുക. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70ഓളം ആനകൾ ആനയൂട്ടിൽ പങ്കെടുക്കും. ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് നിൽക്കുവാനും ആനകൾക്ക് നിൽക്കുവാനുമുള്ള എല്ലാ സൗകര്യവും ഇവിടെ തയ്യാറാണ്. ആനകൾക്ക് ഉരുളകൾ നൽകുവാനും ഇവിടെ എത്തുന്ന ജനങ്ങൾക്ക് സാധിക്കും. തൃശ്ശൂർ പൂരത്തിനാണെങ്കിലും 15 ആന അങ്ങനെയാണോ കാണാൻ പറ്റുള്ളൂ. അത് ആടയാഭരണങ്ങളില്ലാതെ ആനകൾ അതേപോലെ കാണാൻ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. അതും ഒരേ വേദിയിൽ 70ഓളം ആനകൾ ഒരേ വേദിയിൽ കാണാൻ അത് കേരളത്തിലെ പ്രമുഖരായ എല്ലാ ആനകളും എത്തുന്നുണ്ട് ഇപ്രാവശ്യവും. അത് തെക്ക് കണ്ണൂർ തൊട്ട് തിരുവനന്തപുരത്ത് നിന്ന് വരെ ആനകൾ പ്രാവശ്യം പങ്കെടുക്കുന്നുണ്ട്. ആനയൂട്ടിന് ശേഷം പടിഞ്ഞാറ് ഗോപുരം വഴി ആനകളെ പുറത്തേക്ക് വിടും. ഇതുപോലെയാണ് ആ സമയത്ത് ഭക്തജനങ്ങൾക്ക് അകത്തേക്ക് വരാൻ നമ്മൾ പ്രത്യേക റാമ്പ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വെറ്റിനറി ഡോക്ടർമാരുടെയും വനംവകുപ്പിന്റെയും ഒക്കെ പരിശോധന കഴിഞ്ഞാണ് ആനകൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക. ഇതിൽ തന്നെ മതപ്പാടുള്ളതും ശാന്തപ്രകൃതമല്ലാത്തതുമായ ആനകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നുൾപ്പെടെ നിരവധി ആനകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്.
ആനകൾക്കിനി സുഖചികിത്സയുടെ കാലമാണ്. ഔഷധ ഉരുളകൾ നൽകിക്കൊണ്ടുള്ള തുടക്കം. നിരവധി ഗജവീരന്മാർ അണിനിരക്കുന്ന ആനയൂട്ടിൽ പങ്കെടുക്കുവാനായി 10,000-കണക്കിന് ജനങ്ങളാണ് വടക്കുന്നാഥന്റെ സന്നിധിയിലേക്ക് എത്തുക. അവർക്കായുള്ള അന്നദാനവും ഇവിടെ ഒരുങ്ങുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ഗോചർക്കൊപ്പം എം മനോജ്, ജനം, തൃശൂർ.